പറഞ്ഞാൽ RSSന് അതിനേക്കാൾ വലിയ ഒരു അടിയുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ? RSSന് അതിനേക്കാൾ വലിയ നരേന്ദ്രമോദിയും അദ്വാനിയും ഒരു ഹിന്ദുവല്ല എന്ന് പറയുന്നതിനപ്പുറം RSSനെ, വിശ്വ ഹിന്ദു പരിഷത്തിനെ, ശിവസേനയെ അപമാനിക്കാൻ കഴിയുന്ന ഒരു വാക്കുണ്ടോ? മറ്റൊന്ന് ഞാൻ പറയട്ടെ, നരേന്ദ്രമോദിയും അദ്വാനിയും ഒരു ഹിന്ദുവല്ല എന്ന് ഞാൻ പറയുന്നതോടൊപ്പം ഇന്ത്യയിലെ ഹിന്ദുക്കളെ ബഹുമാനിക്കാൻ കഴിയുന്ന മറ്റൊരു വാചകമുണ്ട്. അതിനേക്കാൾ വലിയ ഒരു വാചകം ഇവരല്ല ഹിന്ദു എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ വളച്ചൊടിക്കുക. ഞാനിവിടെ പറയട്ടെ, ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല. കടവത്തൂരിൽ നടത്തിയ പ്രസംഗത്തിന്റെ കാസറ്റ് ഇവിടെയുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഉണ്ട്. ഞാനൊരു കാര്യം പറയുന്നു, ഇതൊരു ടെക്നോളജി കാലമാണ്. കാസറ്റുകളിൽ ചിലപ്പോൾ ചിലത് അടർത്തി മാറ്റാം, ചിലത് കയറ്റിവെക്കാം. അങ്ങനെയുള്ള പരിപാടിയൊക്കെ നന്നായിട്ട് അറിയാലോ. ഇന്നലെയും ഞാൻ കണ്ടതാണല്ലോ, അറിയാലോ. പക്ഷെ ഞാൻ ഈ വേദിയിൽ നിന്ന് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇന്നലെ കാളമൂത്രം പോലെ നെറികേടുകൾ മാത്രം പുറത്തുവിട്ട പീപ്പിൾ ചാനലടക്കമുള്ള ചാനലുകളെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ നിറകൾ എഴുതിനവിൽ ശീലമുള്ള അപ്പ കാണുന്നവന് അപ്പ എന്ന് വിളിച്ച് ശീലമുള്ള ഇവിടുത്തെ LDF-കാരനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇത് വെല്ലുവിളിയാണ്, ആൺകുട്ടിയുടെ വെല്ലുവിളിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പറഞ്ഞ ആൺകുട്ടിയുടെ വെല്ലുവിളിയാണ്. രാജ്യത്ത് ലഭിക്കുന്ന മുഴുവൻ ടെക്നോളജിയുടെ സാധ്യതയും ഞാൻ ഉപയോഗിക്കാം. എന്നിട്ടോ അതിനകത്ത് നിന്ന് ഒരു വരി വെട്ടിമാറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കാതെ ആ കേസറ്റ് ഞാൻ ഇവിടെ വെക്കാം. ആ കേസറ്റിൽ നിങ്ങൾ നമുക്ക് തമ്മിൽ ഡിബേറ്റ് നടത്താം. നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു പരാമർശം അതിനകത്തുണ്ടെങ്കിൽ KM ഷാജി പരസ്യമായി മാപ്പ് പറയാം. SDPI-ക്കാരാ മാപ്പ് പറയാം. പക്ഷെ ഒന്നുണ്ടോ, ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയുമോ? ഞാനിത് പറയാനുള്ള ആർജവം എന്റെ നെഞ്ചിൻ കൂട്ടിനകത്ത് ഈമാനുള്ളത് കൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നരേന്ദ്രമോദി ഒരു RSS-കാരൻ, ആ നരേന്ദ്രമോദി ഒരു ശിവസേനക്കാരൻ, ഒരു ഹിന്ദുവല്ലെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, LDF-കാരാ, നിന്റെ മതവും നിന്റെ തീവ്രവാദവും ഇസ്ലാമല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അംഗീകരിക്കുമോ തന്നെ? ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ അംഗീകരിക്കുമോ തന്നെ? EK വിഭാഗം, AP വിഭാഗം, ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, തബ്ലീഗ് ജമാഅത്ത്, സംസ്ഥാന പറയുമോ? അവരാരെങ്കിലും അംഗീകരിക്കുമോ? നീയാണ് മുസ്ലിം എന്ന്, നിന്റേതാണ് ഇസ്ലാം എന്ന് അംഗീകരിക്കുമോ? ഞാൻ ഉറപ്പിച്ചു. ഞാൻ എന്തുകൊണ്ട് LDF ആയില്ല? ഞാൻ ഈമാനോടുകൂടി മരിക്കണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് LDF ആകാനാവില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. എന്റെ ഫോണിനകത്ത് ഇന്ന് വന്ന മെസ്സേജ് ഞാൻ നേതാക്കന്മാർക്ക് കാണിക്കുകയായിരുന്നു. ഇവനെ കൊന്നുകളയുമത്രേ. ഇതെത്ര കാലമായിടോ കേൾക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ചെയ്യ്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്കത് ചെയ്യാം. എന്റെ എത്ര സഹപ്രവർത്തകന്മാർ, MSF-ലൂടെ, മുസ്ലിം യൂത്ത് ലീഗിലൂടെ വന്ന എന്റെ എത്ര കൂട്ടുകാർ ഇന്ന് കബറിനകത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉബൈദ്, എന്റെ എത്ര സുഹൃത്തുക്കൾ ഉണ്ട്. അവർ നിങ്ങളൊന്നും കൊന്നതല്ല. എത്ര പേർ പാമ്പ് കടിച്ചു മരിക്കുന്നുണ്ടോ? എത്ര പേർ വണ്ടി കടിച്ചു മരിക്കുന്നുണ്ടോ? നന്നെയൊക്കെ പേടിച്ചിട്ട് ഒരു നൂറ്റാണ്ടുകാലം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരാൺകുട്ടിയെ പോലെ ഒരു ദിവസം കൊണ്ട് മരിക്കുന്നതാണ്. അതിന് ഭയമില്ല. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഭാര്യയോട്, എന്റെ 3 മക്കളോട് ഞാൻ കണ്ണൂരിലേക്ക് പോകാൻ വരുമ്പോ പറഞ്ഞത്, അവർ ചോദിച്ചപ്പോ വരും, ഇൻഷാ അല്ലാഹ് നാളെ വരാം, ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുവദിച്ചാൽ ഞാൻ തിരിച്ചു വരുമെന്ന് ഉറപ്പ് കൊടുത്ത് ഭാര്യക്ക് ഉറപ്പ് കൊടുക്കുന്ന ബീരുവിന്റെ കൂട്ടത്തിലല്ല. അതുകൊണ്ട് കൊല്ലണമെങ്കിൽ നേരിട്ട് വാ. കൊല്ലലാണെന്ന് എന്റെ പണിയെന്ന് എനിക്കറിയാം. നേരിട്ട് വാ. അതിന് മെസ്സേജ് വേണ്ട, അതിന് ഏർപ്പാട് വേണ്ട. ജയരാജ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, കണ്ണൂരിൽ മാത്രമല്ല, നിങ്ങൾ ഇരുട്ടിന്റെ മറവിൽ മൂർച്ച കൂട്ടുന്ന കത്തിയുടെ ശബ്ദം എന്റെ കാതിൽ കേൾക്കാഞ്ഞിട്ടല്ല. ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ബോംബുകൾ എനിക്കറിയാഞ്ഞിട്ടല്ല. ഇവിടുത്തെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഞാൻ മാനിക്കുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഒരു കരുത്ത്, അതെപ്പോഴാണോ ഷാജിയുടെ ആയുസ് തീർക്കുന്നത്, അതിനപ്പുറമെടുക്കാൻ നിങ്ങൾക്കാവില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പൊരുതിയത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് എന്നെ പറകൊട്ട് കൊണ്ടുപോകാൻ ആവില്ല. LDF-കാരാ, ആവില്ല. ഞാൻ നിങ്ങളെ എതിർക്കും. ഏതുവരെ എന്നറിയുമോ? ഈമാനിന്റെ ഒരു കണികയെങ്കിലും ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ എന്റെ കൊക്കിലെ അവസാന ശ്വാസം നിലക്കുന്നത് വരെ ആ പോരാട്ടമുണ്ടാകും. അത് നിങ്ങളുടെ ഭീഷണി കൊണ്ട്, നിങ്ങളുടെ ഈ വൃത്തികെട്ട കള്ളക്കളി കൊണ്ട് 4 ചാനലിനെയും 2-3 പത്രത്തെയും അങ്ങ് എടുത്തു കളഞ്ഞാൽ എന്നെ അങ്ങ് ഏമാത്തിക്കളയാമെന്ന് വിചാരിക്കുന്ന ധാരണയുണ്ടല്ലോ, അത് തെറ്റിദ്ധാരണയാണ്. അതിന് മാത്രം നിങ്ങൾ വളർന്നിട്ടില്ലടോ, അതിന് മാത്രം ഒന്നും നിങ്ങൾ ആയിട്ടില്ലടോ, അതിനുള്ള മീശയുടെ കറുപ്പൊന്നും എന്റെ മുഖത്ത് വന്നിട്ടില്ലടോ. അതാ ഞാൻ പറയുന്നത്, ആയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്വം അത് നിർവഹിക്കാൻ
കാലം അതിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ എന്നെ ഏൽപ്പിച്ചത് ചരിത്രമാണ്, സംഘടനയാണ്, കാലമാണ്. എതിർക്കട്ടി വന്നു. എന്നിട്ട് രസകരമായ കുറെ കാര്യങ്ങളുണ്ടല്ലോ. എന്താ പറയണത്? നമ്മളെ ജയരാജൻ ഇന്നലെ ടി വിയിൽ വന്നിട്ട് പറയണം. എന്താ പറയണത് അറിയൂ? ഇയാൾ RSSന്റെ ആളാണ്. എന്റെ പ്രിയപ്പെട്ട ജയരാജ, നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? ഞാൻ വയനാട്ടിൽ നിന്ന് വന്ന താടിയില്ലാത്ത എന്താണ് ബിൻ ലാദനാണെന്നല്ലേ? ബിൻ ലാദനും നരേന്ദ്രമോദി ഒന്നായ പിന്നെ പ്രശ്നം തീർന്നില്ലടോ. ബിൻ ലാദനും നരേന്ദ്രമോദി ഒന്നായാൽ പിന്നെ എന്താണോ പ്രശ്നം? എന്ത് പൊട്ടത്തരമാണ് ജയരാജ പറയുന്നത്? നിങ്ങൾക്ക് സ്ഥലകാല ജലഭ്രമം വന്നു എന്ന് എനിക്കറിയാം. പക്ഷെ ഇത്തിരി സെൻസ് വേണ്ട. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങളോട് ജയരാജൻ പറഞ്ഞ രസകരമായ വേറൊരു കാര്യങ്ങൾ ഷാജിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി എന്നാണ്. ജയരാജ ഞെട്ടാൻ പോന്നല്ലേ ഉള്ളൂ. അൻവറിന്റെ കേസ് വിടാൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാക്കന്മാരിയ്ക്കുന്നു. ഷുക്കൂറിന്റെ ചോരക്ക് മാത്രം കണക്ക് പറഞ്ഞാൽ പോരാ ജയരാജ. അൻവർ ഞങ്ങളുടെ സഹോദരനാണ്. ഓരോ കേസുകളും ഞങ്ങൾ മാന്തി എടുക്കും. നിന്റെയൊക്കെ ശവക്കുടിയുടെ തോണ്ടിയിട്ട് അവിടെ വരെ പോകും. ഞാൻ വീണ്ടും പറയുന്നു ജയരാജ, ഞങ്ങൾ ഇരുട്ടിന്റെ മറവിൽ കത്തിയുമായി കാത്തിരിക്കില്ല. നിയമത്തിന്റെ ഇടനാടികൾ ഉണ്ടാകും. രാജ്യത്തിലെ നിയമത്തിന്റെ സാധ്യത മുഴുവൻ LDF-കാർ ചോദിക്കണം. എന്ത് നിങ്ങൾ ഷുക്കൂറിന്റെ കാര്യത്തിൽ എന്താ ചെയ്തത്? ഇല്ലേ, നിങ്ങളുടെ അബൂബക്കർ മാഷല്ലേ ആദ്യത്തെ രക്തസാക്ഷി? അവസാനം ഫസൽ കൊല്ലപ്പെട്ടപ്പോ ഞാൻ അവിടെ സൈനുദ്ദീൻ സാഹിബൊക്കെ ഉണ്ട്, അവിടെ ലത്തീഫ് സാഹിബുണ്ട്, ഇവിടെ അന്ന് യൂത്ത് ലീഗിന്റെ നേതാവാണ് ലത്തീഫ്, ജില്ലാ സെക്രട്ടറിയോ പ്രസിഡന്റോ ആണ്. ഞാൻ സംസ്ഥാന ഭാരവാഹിയാണ്. ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ ആ ദിവസം അവരൊക്കെ ക്ഷണിച്ചു, വീട്ടിലൊക്കെ പോയി. ആദ്യത്തെ പൊതുയോഗം CPM ഉണ്ടത്. ആർക്കെതിരെ? BJP-ക്കെതിരെ, RSS-നെതിരെ. രണ്ടാമത്തെ പൊതുയോഗം MDF-ന്റേത്. മുഴുവൻ RSS-നെ ചീത്ത വിളിച്ചു. മൂന്നാമത്തെ പൊതുയോഗം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് DYSP-യെ പറഞ്ഞു. 53 പേരെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ 3 പേർ BJP, 50 പേർ CPM. ഞാൻ പരസ്യമായെന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഫസലിനെ കൊന്നത് CPM, ഫസലിനെ കൊന്നത് CPM, ഫസലിനെ കൊന്നത് CPM. കേസ് കൊടുത്തു ഞങ്ങളുടെ പേരിൽ. കോട്ടെ. നാലാമത്തെ പൊതുയോഗം NDF-ന്. എന്താ പൊതുയോഗത്തിൽ പറയുന്ന കാര്യങ്ങള്? 1.5 മണിക്കൂർ RSS-ന് തെറി. അത് കഴിഞ്ഞിട്ട് അവസാനം ആ പ്രസംഗം നടത്തിയാൽ ഇങ്ങനെ മുഖം ഇങ്ങനെ തുടക്കുക, ടവലിങ്ങനെ ഇട്ടിട്ട് പറഞ്ഞു, എന്നാൽ സഹോദരന്മാരെ, ഇപ്പോൾ വേറെ ചില വാർത്തകൾ കേൾക്കുന്നു. നമ്മുടെ സഹോദരനെ കൊന്നത് ചില പുരോഗമന പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണത്രേ. അല്ലാഹുവേ, ഫസലിനെ കൊന്നവരെ നീ CPM ആക്കല്ലേ? ഫസലിനെ കൊന്നവരെ CPM ആക്കല്ലേ? ഫസലിന്റെ സഹോദരി കരഞ്ഞു പറഞ്ഞു, കൊന്നത് CPM. ഫസലിന്റെ ഭാര്യ പറഞ്ഞു. എന്നിട്ട് നിങ്ങളോ? ഞാൻ ചോദിക്കട്ടോ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഫസലിനെ കൊന്നവരെ പിടിച്ചത് CBI ആണ്. നിങ്ങൾ പറയുന്നത് CBI പിടിച്ചല്ലോ എന്നാണ്. CBI പിടിക്കാൻ എന്തിനാണോ ഈ നട്ടപ്പാത്രക്ക് കരാട്ടി പ്രൂഫും പഠിച്ചത്? അത് രാജ്യത്തെ നിയമല്ലേ? നിങ്ങൾ കരാട്ടി പ്രൂഫും പഠിക്കുമ്പോഴത്തെ അവർ CBI ശരിയില്ല, പോലീസ് നമ്മക്കെന്നെ ശരിയാക്കാനല്ലേ? പിന്നെ നിങ്ങൾ ഇതിനൊക്കെ CBI-ന്റെ പറകെ പോകുന്നത്. CBI-ന്റെ കണക്കുകൾ പറയണ്ട. CBI രാജ്യത്തിനൊരു വ്യവസ്ഥിതിയാണ്. നിങ്ങൾ വ്യവസ്ഥിതിക്കെതിരാണ് അല്ലേ? CBI പിടിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, കാരായി CBI പിടിച്ചല്ലോ. കാരായി അതിനു മുമ്പൊക്കെ തലശ്ശേരി അങ്ങാടിയുടെ തേരാപ്പാര നടന്നിരുന്നല്ലോ, ഇല്ലേ? എന്നാൽ നിങ്ങൾ ചോദിക്കുന്നില്ലേ ഷുക്കൂറിനെ എന്ത് ചെയ്തു? ഞങ്ങൾ നിയമത്തിന്റെ വഴിയിൽ പോയി. കണ്ണൂരിലെ വലിയ വീരശൂര പരാക്രമി എന്ന് പറയുന്ന ജയരാജനെ 27 ദിവസം ജയിലിന്റെ ഇരുട്ടറയിൽ തള്ളിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. CBI തലശ്ശേരിയിൽ വന്നിറങ്ങുന്നവരെ ഒരു CPM-കാരെ രോമത്തിൽ നിങ്ങൾ തൊട്ടിട്ടില്ല. എന്നാൽ ഒരുപാട് CPM-കാർ രോമങ്ങൾ തൊട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? കുടിയേരിന്റെ കാല കുഞ്ഞു കൊടുക്കുമ്പോ രോമം തൊടുമല്ലോ, ഇല്ലേ? വേറെ ചില ഏർപ്പാടുകൾ വരുമ്പോ ഇല്ലേ, നിങ്ങൾ പണം വാങ്ങി. ഫസലിന്റെ ചോരക്ക് നിങ്ങൾ പണം വാങ്ങി. CPM-കാരോട് ഞാൻ പറയട്ടെ, ഡിബേറ്റുകൾ നമ്മൾ തമ്മിലാവാലോ. എന്തിനാ ഈ രാജ്യദ്രോഹികളെ നിങ്ങൾ കൂട്ടുപിടിക്കുന്നത്? എന്തിനാണ് ഡിബേറ്റുകൾ നമ്മൾ തമ്മിലാവാം? നിങ്ങൾ ആരെയാ CPM മനസ്സിലാക്കി ആരെയാ നിങ്ങൾ കൂട്ടുപിടിക്കുന്നത്? ആരെയാണ്? എന്തിനു വേണ്ടിയാണ്? 4 വോട്ടുകൾക്ക് വേണ്ടിയാണ്. 4 വോട്ടുകൾക്ക് വേണ്ടിയാണോ? നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ അഴീക്കോട് മണ്ഡലം, ഇവിടെ പറയാൻ ഹിന്ദുത്വത്തെ തൃപ്തിപ്പെടുത്താൻ. അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. ഇഞ്ചോടിഞ്ച് ഗ്രാമപ്രദേശങ്ങളിൽ കറങ്ങി നടന്നവർ, ബഹുമാനായ മൗലവി സാഹിബൊക്കെ ആ സമയത്ത് വിശ്രമമില്ലാത്ത എത്ര ദിവസങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അന്ന് അഴീക്കോട് നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി BJP-ക്ക് ഏറ്റവും വലിയ വോട്ട് കിട്ടിയത് ഞാൻ ആ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴല്ലേ?
SDPക്കാരന്റെ എതിർപ്പ് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഇന്നലെ രാത്രി SDPക്കാരന്റെ പ്രകടനം KM ഷാജി രാജിവെക്കണം. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാജിവെക്കാൻ പറയാൻ നിങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല എന്നെ ജയിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഞാൻ പച്ച മലയാളത്തിൽ നിങ്ങളോട് പറഞ്ഞതല്ലേ, തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം എനിക്കെങ്ങാനും വോട്ട് ചെയ്ത ചെവിക്കുട്ടിക്ക് പൊട്ടിക്കുന്നു. പിന്നെ എന്തിനാണോ അത്? എനിക്ക് വോട്ട് വേണ്ട 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 എന്ന് പറഞ്ഞു വന്നിട്ട് ഞാൻ രാജിവെക്കണം രാജിവെക്കണം. CPM പറയട്ടോ, CPM വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാതെ രാജിക്കൊടേക്കും. കോൺഗ്രസ് പറയട്ടെ, ഞങ്ങളുടെ മുന്നേ ഘടക കക്ഷി ലീഗ് നേതാക്കന്മാര് പറയട്ടെ, നിന്നെ ആ വഴിക്ക് കണ്ടുപോരെന്ന് പറഞ്ഞ ആള് വന്നിട്ട് ഞാൻ രാജിവെക്കണം എന്ന് പറയാൻ എന്തൊരു കുഴത്താണോ അത്? എന്തൊരു വിഡിത്താണ്? ഞാൻ ചോദിക്കുന്നത് CPM-നോടാണ്, നിങ്ങൾ എന്തിനാ ഈ കളി കളിക്കുന്നത്? എന്തിനാ ഈ കളി കളിക്കുന്നത്? നിങ്ങൾ ആർക്കു വേണ്ടിയാ ഈ കളി കളിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി എന്തൊക്കെ പറഞ്ഞാലും AKPയുടെ പാർട്ടിയല്ലേ സഖാവ് പിണറായി വിജയൻ? EMSന്റെ പാർട്ടിയല്ലേ? ഒരു ശുദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരൻ, നായനാരുടെ വലിയ താത്വികനൊന്നും അല്ലെങ്കിലും ഒരു പച്ചയായ മനുഷ്യൻ നായനാരുടെ പാർട്ടിയാണ്. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ കളി കളിക്കുന്നത്? നിങ്ങൾ വിചാരിച്ചത് എന്താ? നിങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങളെ കൊണ്ട് നിങ്ങൾക്കറിയാം. ആ പ്രയാസങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഒരു കാര്യം വെച്ചുപിടിക്കണില്ല പിണറായി വിജയനും, ആരെയും പറഞ്ഞിട്ട് ബോധ്യപ്പെടുന്നില്ല, ഒന്നും മനസ്സിലാവണില്ല. അതെന്താ കാര്യം എന്നറിയോ? നിങ്ങളൊന്നും CPM-ന് ജനാധിപത്യം ഇല്ലല്ലോ. ഇതൊരു ഫാഷിസ്റ്റ് പാർട്ടിയാണ്. CPM ഒരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷനാണ്. അതിൽ ജനാധിപത്യമില്ല. ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന CPM ഭരണപക്ഷത്തെ മാനിച്ചിട്ടുണ്ടോ? ഭരണപക്ഷത്തിലെ CPM പ്രതിപക്ഷത്തെ മാനിച്ചിട്ടുണ്ട്. ഞാൻ ഈ അഴീക്കോട് മണ്ഡലത്തിൽ 139 മണ്ഡലത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകത സഖാവ് പിണറായി വിജയൻ നിങ്ങൾ അഴീക്കോട് മണ്ഡലത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയുകൾ? ഒരു വികസന സെമിനാറിനും ഗവൺമെന്റ് വിളിക്കുന്ന സെമിനാറിന് പോലും CPM വരില്ല. ഇന്നലെ കേരളത്തിൽ ആദ്യമായി ഒരു മണ്ഡലം സമഗ്ര സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അഴീക്കോട് മണ്ഡലം. ഞാൻ അതിന്റെ പ്രോജക്ട് ഗവൺമെന്റിന് മുമ്പിൽ സമർപ്പിച്ചു. ഗവൺമെന്റ് അംഗീകരിച്ചു. സകല ഉദ്യോഗസ്ഥന്മാരും വന്നു. എല്ലാ CPM പഞ്ചായത്തും ബഹിഷ്കരിച്ചു. എല്ലാവരും ബഹിഷ്കരിച്ചു. ഞാൻ എന്താ ചെയ്യണത്? എന്റെ തറവാട്ടിൽ പണെടുത്തിട്ട് പാവപ്പെട്ടിന് കൊടുക്കാനാ? സർക്കാരിന്റെ പണം നാട്ടിൽ അഗതികൾക്ക്, അശരണർക്ക്, സാധുക്കൾക്ക്, കഷ്ടപ്പെടുന്നവന് അത് കൊടുക്കാനുള്ള യജ്ഞത്തിൽ CPM മാറിയിരുന്നു. ഒരു കാര്യം ഞാൻ CPM-ന്റെ നേതാക്കന്മാരോട് പറയട്ടെ, അവിടെ 27,000 വോട്ടിന് നിങ്ങൾ ജയിക്കുന്ന മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങളെ തോൽപ്പിച്ച് ജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു സാധുവിന് കിട്ടേണ്ട അവകാശം നീ എത്ര വലിയ ഉരുക്കുമറ കെട്ടി തടുത്താലും കൊണ്ടുപോയി അവന്റെ വീട്ടിൽ കൊടുക്കും. ഞങ്ങൾ അവന് കൊടുക്കും. അതവന്റെ അർഹതയാണ്. അത് നിന്റെ ഔദാര്യമല്ല, ആരുടെ ഔദാര്യമല്ല. KM ഷാജിയുടെ, മുസ്ലിം ലീഗിന്റെ, ആരുടെ അല്ല, അവന്റെ അർഹത. അത് തടുക്കാണോ നിങ്ങൾ? എവിടുത്തെ രാഷ്ട്രീയമാണോ നിങ്ങൾ പഠിച്ചത്? നിങ്ങൾക്ക് പ്രതിപക്ഷ ബഹുമാനമുണ്ടോ? നിങ്ങൾ ഫാഷിസ്റ്റ്. ഷുക്കൂർ ഒരു പാവം കുട്ടിയല്ലേ? ഷുക്കൂറിനെ ആർക്കറിയുമായിരുന്നു? 4 ഭാഗവും CPM-കാർ ചുറ്റപ്പെട്ട ഒരു ഗ്രാമത്തിൽ കിടന്ന ഷുക്കൂർ. ആ ഷുക്കൂറിന്റെ ശബ്ദത്തെ നിങ്ങൾക്ക് ഭയമാണ്. അള്ളാഹു അഹങ്കാരികളുടെ ഹൃദയത്തിൽ ഭയം നിറക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭയമില്ലെങ്കിൽ എന്തിനാണ് ഇരുട്ടിന്റെ മറവിൽ പത്രം മാത്രം വിറ്റുകൊണ്ടിരുന്ന ആ പാവപ്പെട്ട ഫസലിനെ നിങ്ങൾ കൊന്നത്? എന്തോ അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ടാവാം. എന്തിനാണ് നിങ്ങൾ കൊന്നത്? TP ചന്ദ്രശേഖർ ആളുകൾ അറിയാൻ തുടങ്ങിയത് നിങ്ങൾ വെട്ടി കൊന്നപ്പെടല്ലേ, തകർത്തു കളഞ്ഞപ്പെടല്ലേ? ആ ചന്ദ്രശേഖർ ആരായിരുന്നു? ഒരു ഗ്രാമത്തിലെ ഒരു നിശബ്ദ സേവകൻ. നിങ്ങൾക്ക് ഭയമാണ് പ്രതിപക്ഷത്തെ. ആ ഭയം സഖാക്കളെ നിങ്ങളെ വല്ലാതെ പിന്തുടരുകയാണ്. നിങ്ങൾ ജനങ്ങൾ പക്ഷെ ഒരു എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇതൊക്കെ എക്സ്പോസ് ആയിപ്പോയി. ജനങ്ങൾ മനസ്സിലാക്കി. അതെങ്ങനെയാണെന്ന് അറിയുന്നത്? ജനാധിപത്യ CPM-ൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ TVയും ഇന്റർനെറ്റും അതുപോലെ ഫേസ്ബുക്ക്, ഇന്റർനെറ്റും ടെലിഫോണും കൊണ്ടുവന്ന ഒരു ജനാധിപത്യമുണ്ട്. എന്താ ജനാധിപത്യം? ഇപ്പൊ ഇന്റർനെറ്റ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയെ കുറിച്ചുള്ള ഇതാ വൈലക്സിൽ ലോകം മുഴുവൻ പുസ്തകം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം സംവിധാനം. അപ്പൊ ഇന്റർനെറ്റ് ബന്ധപ്പെടോ ഫേസ്ബുക്ക്? ഇപ്പൊ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ പണ്ട് നമ്മുടെ നാട്ടുപുറത്ത് ഉപ്പ് ഇടുന്ന പെട്ടിയുണ്ട്, ഉപ്പ് പെട്ടി എന്നാ പറയാം. ആ ഉപ്പ് പെട്ടിയിൽ എല്ലാവരും കുത്തിർന്നിട്ട് ഇങ്ങനെ പമ്പിച്ചരാട്ടിയെ പറയും. സഖാബ് ഇങ്ങനെ പറയുമ്പോൾ ലീഗാനം വന്നിട്ട് അതിനെ വിമർശിക്കും. അത് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരും വരും. അങ്ങനെ ഉപ്പ് പെട്ടിയായിരുന്നു. ഇപ്പൊ ആ ഉപ്പ് പെട്ടിയാണ് ഇന്റർനെറ്റിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. പഴയ ഉപ്പ് പെട്ടിയാണ്. അത് ടെക്നോളജിയെ കാലത്ത് അതൊന്ന് പരിഷ്കരിച്ചു, ഫേസ്ബുക്ക് ആക്കി. അങ്ങോട്ടും കൊണ്ടും പറച്ചില്ല തന്നെ, വേറെ മാറ്റമൊന്നുമില്ല. പഴയ ഉപ്പ് പെട്ടി ഇപ്പോൾ ഫേസ്ബുക്കായി. എല്ലാവരും ലോകം മുഴുവൻ കമന്റാണ്. പണ്ട് സഖാക്കൾ അങ്ങനെയല്ല. പണ്ട് സഖാക്കൾ പറയും റഷ്യയിലേക്ക് നോക്കൂ, ഹോമിയോപ്പതിക്ക് നോക്കൂ, എടുക്ക് റഷ്യ. ചൈനയിലേക്ക് നോക്കൂ, ഇത് പറഞ്ഞ് റാഹത്തായി പോകലാണ്. ഇപ്പൊ റഷ്യയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞാൽ WW റഷ്യ, ഓനെ മുമ്പിൽ റഷ്യ എത്തി. WW ചൈന, ഓനെ ചൈന എത്തി. അപ്പൊ പറ്റിക്കാൻ പറ്റൂല. അപ്പൊ ഇന്റർനെറ്റ് കൊണ്ടുവന്ന ഒരു ജനാധിപത്യമുണ്ട്. ലോകം അവർ കാണാൻ തുടങ്ങി.
പിന്നെ ടെലിവിഷനോ, പണ്ട് ദേശാഭിമാനി മാത്രം വീട്ടിൽ വരും, വേറെ യാതൊരു രക്ഷയില്ല. ഇതിങ്ങനെ വായിക്കലാണ് ഈ അമ്മമാരെന്ത് ചെയ്യും? അപ്പോഴാണ് പിണറായി വിജയന് വിനാശകാലയെ വിപരീത ബുദ്ധി ഒരു ചാനൽ തുടങ്ങാൻ കൊടുക്കുന്നത്. മൂപ്പര് ചാനലൊക്കെ തുടങ്ങി. അപ്പൊ അവർ സകലത്തിലൊക്കെ ചാനൽ കാണണം. അങ്ങനെ എല്ലാവരും ചാനൽ ടെലിവിഷൻ വാങ്ങി. കൈരളി മാത്രമേ വെക്കാവൂ. പെണ്ണുങ്ങൾ സാധുക്കൾ അച്ചടക്കമുള്ള CPM പ്രവർത്തകരാണ്. അവർ കൈരളി മാത്രം വെച്ചു. കൈരളിയിലാണെങ്കിൽ എങ്ങനെയാണ്? ഒരു ആർട്ട് ഫിലിം കാണുന്ന മാതിരിയാണ്. അച്യുതാനന്ദന്റെ ഒരു തൂങ്ങിപ്പിടിച്ച മോതം ഇങ്ങനെ വരും. കുറച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യത്വം ഇല്ലാത്ത, ഒന്ന് ചിരിച്ചിട്ട് ശീലമില്ലാത്ത ഒരു മനുഷ്യൻ പിണറായി വിജയന്റെ മോതം ഇങ്ങനെ വരും. ഇത് എത്ര കാലം സഹിക്കോടോ? അപ്പൊ അവർ ചാനൽ മാറ്റി. അപ്പുറത്ത് എന്താണ് പിന്നെ മാതൃഭൂമി ചാനൽ, ഇപ്പുറത്ത് മാറ്റിയപ്പം ഡോർമ ചാനൽ, അപ്പുറത്ത് നോക്കിയപ്പോ ഇന്ത്യ വിഷൻ ചാനൽ. അങ്ങനെ ഒരുപാട് ചാനലുകൾ ആളുകൾ മാറ്റാൻ തുടങ്ങി. അപ്പൊ ഈ മരമോന്തല്ലാത്ത പലതും കാണാൻ തുടങ്ങി. ലോകം വിശാലമാണെന്ന് മനസ്സിലായി തുടങ്ങി. അങ്ങനെ ടെലിവിഷൻ കൊണ്ടുവന്ന ഒരു ജനാധിപത്യം. മൂന്നാമത്തെ കാര്യം ടെലിഫോൺ. ഇവരിങ്ങനെ പറയുന്ന സാധുക്കൾ വിശ്വസിക്കില്ലായിരുന്നു. അങ്ങനെ പതുക്കെ പുതിയാപ്പിള പോയാൽ ഒരു ഉടനെ വിളിക്കും. അല്ല, അവിടുത്തെ സംഭവം എന്താ? ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കാൻ തുടങ്ങി. ഏടോ CPM-കാരാ, നിന്റെ ചുകപ്പൻ കോട്ട കൊണ്ട് മറച്ചു നിർത്താനാവാത്ത ഒരു ജനാധിപത്യം ഈ രാജ്യത്ത് വന്നു. അത് നിന്റെ സംഭാവനയാണ്. രാജ്യത്തിലെ ടെക്നോളജി കൊടുത്ത ഒരു സംഭാവനയാണ്. ആ സംഭാവനയാണ് മട്ടന്നൂരിലെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ടായി വീണത്. ആ ജനാധിപത്യമാണ് CPM-ന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ 11-ൽ 5 സീറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കുന്നത്. നിങ്ങൾക്ക് പഴയ പോലെ ഇതൊന്നും മറച്ചു വെക്കാനാവില്ല. അതുകൊണ്ട് എന്താണ്? സമരം ജയിക്കണില്ല. ഇപ്പൊ എന്താണ്? പണ്ടെങ്ങനെയായിരുന്നു സമരം എന്ന് പറഞ്ഞാൽ ആള് ഓടിയിറങ്ങും. ഇപ്പൊ ഒരു സമരം നടത്തി. എന്താ സമരം? പിന്നെ എന്താണ്? പിന്നെ പങ്കാളിത്ത പെൻഷൻ. ഞാൻ കണ്ടു TV-യിൽ നമ്മുടെ മന്ത്രി ബാബു ഔദ്യോഗികമായിട്ട് പറയണം. ബാബുവേട്ടൻ പറയണ്ട വന്നതാണ്. എന്റെ അടുത്ത് രാവിലെ ഒരു സഖാവ് വന്നിട്ട് പറഞ്ഞു, അല്ല മന്ത്രി സാഹിബ്, നിങ്ങൾ എങ്ങനെയെങ്കിലും തീർത്ത് പറഞ്ഞു, ഞങ്ങൾ ആ ഗോയന്ന് കിടക്കും. അപ്പൊ മന്ത്രി പറഞ്ഞു, ഞാനെല്ലാം തീർക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ. എന്നാ ഒരു മിസ് കോൾ അടിക്കപ്പ. അസ്സലാമലൈക്കും. ദയവ് ചെയ്ത് എല്ലാവരും ഒരു പരിധി വരെ ടെക്സ്റ്റ് ഒഴിവാക്കണം. ദയവ് ചെയ്ത് പ്ലീസ്. ഐക്കണുകളും ഒക്കെ ഒഴിവാക്കണം. ദയവ് ചെയ്ത് പ്ലീസ്. കഴിവിന്റെ പരമാവധി നിങ്ങൾ സഹകരിക്കണം. സെർവറിനെ ബിസി ആക്കരുത്. നിങ്ങളെ പ്രശ്നമാണ്. സാധനങ്ങളാണ് മുഴുവൻ വായിക്കണോ, പറഞ്ഞത് മുഴുവൻ കേൾക്കണമടോ, എന്നിട്ട് കേട്ടിട്ട് ഡിബേറ്റ് ചെയ്യാൻ. അങ്ങനെ വരുന്നെങ്കിൽ അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കരുത്തു പകരുക എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത ബഹുമാന്യനായ